ദൈവനിയമം നിറവേറ്റുന്നതിന്റെ സാരാംശം സ്നേഹമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. റോമർ 13:10 പൗലോസ് പറയുന്നു, സ്നേഹം അയൽക്കാരന് ഒരു ദോഷവും ചെയ്യുന്നില്ല, അതുകൊണ്ട് സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ്. പഴയ നിയമത്തിൽ നിന്നോ ക്രിസ്തുവിലൂടെയോ ദൈവം നമുക്ക് നൽകിയ എല്ലാ കൽപ്പനകളും സ്നേഹിക്കുക എന്ന ഒരു പ്രധാന തത്വത്തിലേക്ക് ചുരുങ്ങുന്നു എന്ന് ഇത് എടുത്തുകാണിക്കുന്നു. മോശയുടെ നിയമം പരസ്പരം എങ്ങനെ ജീവിക്കണം, ആരാധിക്കണം, പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള നിരവധി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മത്തായി 22:37 എന്ന് പറഞ്ഞപ്പോൾ യേശു അത് ലളിതമാക്കി. ന്യായപ്രമാണത്തിലെയും പ്രവാചകന്മാരിലെയും എല്ലാം ഈ രണ്ട് കൽപ്പനകളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവനെ അനുസരിക്കാനുള്ള നമ്മുടെ ആഗ്രഹം സ്വാഭാവികമായും പിന്തുടരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നാൽ നമ്മൾ കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ വെറുപ്പ് വെച്ചുപുലർത്തുകയോ അവർക്ക് ദോഷം വരുത്തുകയോ ചെയ്യില്ല എന്നാണ്. ദൈവം നമുക്കുവേണ്ടി ആഗ്രഹിക്കുന്ന ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പ്രേരകശക്തിയായി സ്നേഹം മാറുന്നു, ഭയം കൊണ്ടോ കടപ്പാടുകൊണ്ടോ അല്ല, മറിച്ച് യഥാർത്ഥ കരുതലിന്റെയും ബന്ധത്തിന്റെയും ഒരു സ്ഥലത്തുനിന്ന്. സ്നേഹം നിയമത്തെ നിറവേറ്റുന്നത് അത് വെറും നിയമങ്ങളെക്കാൾ ആഴമുള്ളതുകൊണ്ടാണ്. നിയമങ്ങൾ ഉപരിതലത്തിൽ പിന്തുടരാൻ കഴിയുമെങ്കിലും സ്നേഹം ഹൃദയത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. ദൈവം സ്നേഹമായതിനാൽ അത് ദൈവത്തിന്റെ സ്വന്തം സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഓരോ വിശ്വാസിയിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ് സ്നേഹം നിറഞ്ഞ ജീവിതം നയിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു. ക്രിസ്തുവിൽ നാം ഇനി പഴയ ലിഖിത നിയമത്താൽ ബന്ധിതരല്ല, മറിച്ച് സ്നേഹത്തിന്റെ നിയമത്താൽ, ക്രിസ്തുവിന്റെ നിയമത്താൽ നയിക്കപ്പെടുന്നു. നാം സ്നേഹത്തിൽ നടക്കുമ്പോൾ നാം അനുസരണത്തിലും വിശുദ്ധിയിലും ദൈവഹിതത്തിന് അനുസൃതമായും നടക്കുന്നു.